ചരിത്രം തിരുത്തുകയാണ് ഇന്റർ മയാമി. MLS-ന്റെ ചരിത്രത്തിൽ ആദ്യമായി ഷീൽഡ് കരസ്ഥമാക്കി ഇന്റർ മയാമി രണ്ടാം കിരീടവും സ്വന്തമാക്കി. ആദ്യ പകുതി 2 ഗോളുകൾ നേടിയ ലയണൽ മെസ്സി തന്നെയാണ് ഇന്റർ മയാമിയെ കിരീട വിജയത്തിലേക്ക് നയിച്ചതും. മെസ്സിയെ കൂടാതെ ലൂയിസ് സുവാരസ് ഗോൾ നേടിയ മത്സരത്തിൽ 2 ഗോളുകൾക്കെതിരെ 3 ഗോളുകൾ നേടിയാണ് കൊളംബസിനെതിരെ ആധികാരികമായ വിജയം ഇന്റർ മയാമി കരസ്ഥമാക്കിയത്. ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മത്സരത്തിന്റെ 7ാമത്തെ മിനിറ്റിൽ തന്നെ കൊളംബസ് ഇന്റർ മയാമിയെ ഞെട്ടിച്ചുകൊണ്ട് ഗോൾ നേടിയെങ്കിലും റഫറി ഓഫ്സൈഡ് വിധിച്ചു. എന്നാൽ ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിലായിരുന്നു ഇന്റർ മയാമി മത്സരത്തിൽ ആധിപത്യം സ്ഥാപിച്ചത്. കളിയുടെ 45ാമത്തെ മിനിറ്റിലായിരുന്നു ലയണൽ മെസ്സി തന്റെ ആദ്യ ഗോൾ നേടി ഇന്റർ മയാമിയെ മുന്നിലെത്തിച്ചത്. പന്തുമായി ഒറ്റയ്ക്ക് മുന്നേറിയ ലയണൽ മെസ്സി പന്ത് കൊളംബസ് ഗോൾ കീപ്പർ പാട്രിക് ഷൂട്ടയെ കബളിപ്പിച്ചുകൊണ്ട് വലയിലേക്ക്. ആദ്യ പ്രഹരത്തിന്റെ ഞെട്ടൽ മാറും മുമ്പ് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ലയണൽ മെസ്സി വീണ്ടും മനോഹരമായ ഒരു ഫ്രീ കിക്കിലൂടെ കൊളംബസിന്റെ വലകുലുക്കി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2 ഗോളുകൾക്ക് മുന്നിട്ട് നിന്ന ഇന്റർ മയാമി 2ാം പകുതിയിലും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. എന്നാൽ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സൂചന നൽകി കൊളംബസ് കളിയുടെ 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഡീഗോ റോസിയിലൂടെ തങ്ങളുടെ ആദ്യ ഗോൾ നേടി. എന്നാൽ അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ ലൂയിസ് സുവാരസിലൂടെ ഇന്റർ മയാമി ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ട് കൊളംബസിന്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തി. രണ്ട് ഗോളുകൾക്ക് പുറകിൽ പോയ കൊളംബസ് 61ാമത്തെ മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി കൂച്ചോ ഫെർണാണ്ടസ് ലക്ഷ്യത്തിലെത്തിച്ചതോടെ ഇന്റർ മയാമിയുടെ ലീഡ് 1 കുറഞ്ഞു. മത്സരത്തിൽ ഇന്റർ മയാമി വിജയിക്കുമെന്ന് തോന്നിയ നിമിഷത്തിലാണ് കളിയുടെ 81ാം മിനിറ്റിൽ വാറിന്റെ സഹായത്തോടെ വീണ്ടും റഫറി കൊളംബസിന് പെനാൽറ്റി അനുവദിച്ചത്. എന്നാൽ ആദ്യ പെനാൽറ്റി കിക്കെടുത്ത കൂച്ചോ ഫെർണാണ്ടസിന് 2ാം പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. ഇതോടെ ഇന്റർ മയാമി 2 ഗോളുകൾക്കെതിരെ 3 ഗോളിന്റെ ആധികാരിക വിജയം കരസ്ഥമാക്കി 2ാം കിരീടവും സ്വന്തമാക്കി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.